ചേട്ടാ, ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം കിട്ടി. പക്ഷേ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി അവർ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിരിക്കുകയാണ്. പക്ഷെ അതിൽ ആരെയോ കുത്തി പറയുന്നുണ്ട്. അത് ആരെയാണ് എന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അതാരെയാണ്? അല്ല, അതിനത്ര മനസ്സിലാക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. വിനോദിനി ബാലകൃഷ്ണൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനെ തന്നെയാണ്. കാരണം കണ്ണൂരിൽ നിന്നുള്ള നേതാവ്, വിനോദിനി ബാലകൃഷ്ണന് വളരെ അനായാസം ബന്ധപ്പെടാനുള്ള സ്വാതന്ത്ര്യമുള്ള നേതാവ്, ഫോണിൽ നേരിട്ട് വിളിക്കാൻ കഴിയുന്ന നേതാവ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് MV ഗോവിന്ദൻ തന്നെയാണ്. MV ഗോവിന്ദനെ ഉദ്ദേശിച്ചാണ്, പേര് പറഞ്ഞിട്ടില്ല. കാരണം ആ പച്ചക്കുതിരയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എടുത്തു ചോദിക്കുന്നുണ്ട്, അത് പിണറായി വിജയനാണോ ഈ നേതാവ്? അപ്പൊ പറയുന്നുണ്ട് വിജയേട്ടനല്ല, കാരണം അദ്ദേഹം ഫോൺ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കാറുണ്ട്. പിന്നെ സ്വാഭാവികമായി കണ്ണൂരിൽ നിന്നുള്ളൊരു PB അംഗം എന്ന് പറയുന്നത് MV ഗോവിന്ദനാണ്. MV ഗോവിന്ദന്റെ പ്രവർത്തന ശൈലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രീതികളും നമുക്ക് പരിശോധിച്ചാൽ ഈ ഒരു അവഗണിക്കാൻ സാധ്യതയുള്ള ഒരു നേതാവ് MV ഗോവിന്ദൻ ഓർപ്പിച്ചു പറയാം. MV ഗോവിന്ദ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്താൻ കാരണം? കാരണം എന്ന് പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അർഹിച്ചിരുന്ന ഒരു യാത്രയയപ്പ് ലഭിച്ചോ എന്നുള്ള കാര്യത്തിൽ CPM-നകത്ത് തന്നെ എതിരഭിപ്രായമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറെ വർഷങ്ങളോളം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ. അന്തരിക്കുന്ന സമയത്തും CPI-ന്റെ സംസ്ഥാന സെക്രട്ടറി, AKG സെന്റർ കേന്ദ്രീകരിച്ച് എല്ലാ പ്രവർത്തനങ്ങളും, പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിച്ചിരുന്നത്, മുന്നണിയെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നത്, ഈവൻ പിണറായി വിജയന്റെ 2021 തുടർ ഭരണം പോലും കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് CPM-നെയും LDF-നെയും ഒരുമിച്ച് ഏകോപിപ്പിച്ച് നിയന്ത്രിച്ച് കൊണ്ടുപോയത് കൊണ്ട് സാധ്യമായ ഒരു കാര്യമാണ്. കാരണം കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് CPI-യുടെ, കേരള കോൺഗ്രസിന് വരുന്നതിനെതിരെ CPI-യുടെ എതിർപ്പ് അതില്ലാതാക്കിയത് തുടങ്ങി സീറ്റ് ചർച്ചയിൽ വരെ ഒരു കോടിയേരി ടച്ച് ഉണ്ടായിരുന്നു. അതാണ് തുടർഭരണം ഉണ്ടാക്കിയത്. എന്നാൽ മരിച്ച സമയത്ത് സാധാരണ എല്ലാ പാർട്ടിക്കാരും വിചാരിച്ചിരുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറിയാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ഒരു പൊതുദർശനം അദ്ദേഹം അർഹിച്ചിരുന്ന ഒരു കാര്യമാണ്. കാരണം അത്ര വർഷത്തോളം തിരുവനന്തപുരത്ത് AKG സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു മുതിർന്ന നേതാവാണ്. ആയിരക്കണക്കിന് അണികൾ അദ്ദേഹത്തെ കാണാൻ കാത്തിരുന്നു. പക്ഷേ അതുണ്ടായില്ല. വളരെ വേഗത്തിൽ കണ്ണൂരിലെത്തിച്ചു. അന്ന് വൈകുന്നേരം തന്നെ സംസ്കാരം നടന്നു. പിറ്റേ ദിവസം രാവിലെ പിണറായി വിജയൻ കുടുംബത്തോടൊപ്പം വിദേശത്ത് യാത്ര ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ പോലും പറഞ്ഞില്ല. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ മാത്രം സ്റ്റാറ്റസുകൾ ഒതുങ്ങുന്ന ഒരു നേതാവായി മാത്രം അന്ന് അത് വളരെ പെട്ടെന്നായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഒരു വിലാപയാത്ര ഉണ്ടായിരുന്നെങ്കിൽ കോടിയേരിയെ കാണാൻ കാത്തിരുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെയാണ് വളരെ നിരാശരാക്കിയത്. കാരണം ഇവിടെ നിന്ന് യാത്ര ചെയ്ത് കണ്ണൂരിലെത്തി ആ നേതാവിനെ ഒന്ന് കാണാനുള്ള അവസരം പോലും കിട്ടിയില്ല. അത്ര വേഗത്തിലായിരുന്നു എല്ലാം കഴിഞ്ഞത്. എന്തായിരുന്നു പിണറായി വിജയന്റെ വിദേശ യാത്രയ്ക്ക് വേണ്ടി മാത്രമെന്ന് കരുതാം. കാരണം എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെ തന്നെ അദ്ദേഹം യാത്ര പോവുകയും ചെയ്തു. അന്നു മുതൽ വിനോദിനി ബാലകൃഷ്ണന് CPM-നുള്ള അതൃപ്തിയുണ്ട്. അത് അവർ പലതവണ പറയാതെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ കുറച്ചുകൂടി വ്യക്തമായി MV ഗോവിന്ദനുള്ള അതൃപ്തി വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയായിരുന്നു തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ച് പുറത്തിറങ്ങിയ TK ഗോവിന്ദൻ മത്സരിച്ച് വിജയിച്ച ശേഷം കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് എത്തി. അന്ന് വിനോദിനി ബാലകൃഷ്ണൻ TK ഗോവിന്ദനെ സ്വീകരിച്ച രീതി, അതിനവർ പറഞ്ഞ ന്യായീകരണം, ഞാൻ ആരുടെ അടിമയല്ല, എന്റെ ബോധ്യമാണ്. കാരണം TK ഗോവിന്ദൻ ആരെ തോപ്പിച്ചിട്ടാണ് വരുന്നത്? PK ശ്യാമളയെ തോപ്പിച്ചിട്ടാണ്. അപ്പൊ തന്നെ കൃത്യമല്ലേ ഇത് അവരുടെ അതൃപ്തി, അവരെ അവഗണിച്ചതിലുള്ള വിഷമം, ഇതെല്ലാമാണ് അന്ന് പ്രകടിപ്പിച്ചത്. ഇപ്പൊ അത് തുറന്നു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം മറ്റൊരു കാര്യമാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കുന്നതാണ് പാർട്ടിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് പിണറായി വിജയനാണ് എന്നാണ്. ഇപ്പോൾ MV ഗോവിന്ദൻ ആണെങ്കിൽ പോലും പിണറായി വിജയൻ ഒരു കളിപ്പാട്ടം പോലെ, കളിപ്പാവ് പോലെ, പിണറായി വിജയൻ എന്ത് പറയുന്നു അത് നടപ്പാക്കാൻ നിൽക്കുന്ന ഒരു പപ്പൻ. ആ രീതിയിലാണ് പലരും അദ്ദേഹത്തിനെ നറേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ പോലും നമ്മളെല്ലാവരും ചർച്ച ചെയ്യുമ്പോഴും ആ രീതിയിലാണ്. അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ പിണറായി വിജയൻ തന്നെ ആയിരിക്കില്ലേ? അല്ല, അന്നത്തെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പിണറായി അറിയാതെ നിലവിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 25-26 വർഷമായി പിണറായി വിജയൻ അറിയാതെ CPM-നകത്ത് ഒന്നും നടക്കത്തില്ല. MV ഗോവിന്ദന്റെ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടിരുത്തിയത് പോലും പിണറായി വിജയന്റെ ഒരു കൃത്യമായ ആഗ്രഹപ്രകാരമായിരുന്നു, തീരുമാനപ്രകാരമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ CPM-നകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യത്തിലും പിണറായി വിജയന് പങ്കുണ്ടാവും. പിണറായി വിജയന്റെ തീരുമാനങ്ങൾ തന്നെയാകും നടത്തപ്പെടുകയാണെങ്കിൽ MV ഗോവിന്ദൻ ഒരു ബലിയാട് മാത്രമല്ലേ? ബലിയാട് മാത്രമാണ്. പക്ഷെ കാര്യം വിനോദിനി ബാലകൃഷ്ണന്റെ ആവശ്യം, അവരൊരു സ്വകാര്യ ആവശ്യം സാധിക്കാൻ വേണ്ടി അല്ല വിളിക്കുന്നതെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ഒന്ന് ഫോണിൽ വിളിക്കാൻ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച 4 വർഷത്തിനിടയിൽ ഒരു തവണ പോലും ആ വീട്ടിലേക്ക് ഒന്ന് വരാൻ, CPM സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം ആ വീട്ടിലേക്ക് ഒന്ന് വരാൻ പോലും തയ്യാറായില്ല.
കോടിയേരിയുടെ ഭാര്യയെയും മക്കളെയോ ഒന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറായില്ല. ഇതിലാണ് അവർ അതൃപ്തി പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബിനീഷ് കോടിയേരിയുടെ കാര്യം കൂടി നമ്മൾ പറയേണ്ടി വരും. കാരണം ബിനീഷ് കോടിയേരിയെ മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടതിനെ കുറിച്ചാണ് തുടർന്നാണ് CPM-ന്റെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അതിനുശേഷം 2023 അദ്ദേഹം ആ കേസിൽ കുറ്റവിമുക്തനായി. അന്നു മുതൽ പാർട്ടി മെമ്പർഷിപ്പിന് വേണ്ടി പാർട്ടിയെ സമീപിച്ചും കത്ത് കൊടുത്തും ബിനീഷ് കോടിയേരി മുന്നോട്ട് പോയത് 3 വർഷമാണ്. 3 വർഷം കഴിഞ്ഞ് ആണ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ED റെയ്ഡിന് തൊട്ട് മുമ്പുള്ള ദിവസമാണ് പിണറായിയുടെ തീരുമാനപ്രകാരം മെമ്പർഷിപ്പ് തിരിച്ചു കൊടുത്തത്. അപ്പൊ ഇതുവരെയും മെമ്പർഷിപ്പ് തിരിച്ചു കൊടുക്കണ്ടെന്ന് പറയാൻ തിരിച്ചു കൊടുക്കാതിരുന്ന തീരുമാനവും പിണറായിയുടെ തന്നെയായിരുന്നു. അതാണ് ഈ പറയുന്ന എല്ലാ അസ്വസ്ഥതകളും പാർട്ടിയിൽ നിന്ന് ലഭിച്ച അവഗണനകളുമാണ് ഇപ്പൊ വിനോദിനി ബാലകൃഷ്ണനെ കൊണ്ട് ഇത്രയെങ്കിലും തുറന്നു പറയിപ്പിച്ചത്. ഇത് ചിലപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതൊരു പൊട്ടിത്തെറിയായി തന്നെ വിനോദിനി ബാലകൃഷ്ണൻ പറയും. തങ്ങളോട് കാണിച്ച നീതി നിഷേധം, നന്ദികേട്, ഇതെല്ലാം വിനോദി ബാലകൃഷ്ണൻ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോ പിണറായി വിജയനാണെങ്കിലും കോടിയേരി സഖാവാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ചങ്കും ചങ്കുമായിട്ട് നടന്ന ആളുകളാണ്. എപ്പോഴാണ് ഇത് തെറ്റിയത് എന്ന് ഇപ്പോഴും ആർക്കും മനസ്സിലാകാത്തൊരു സാഹചര്യമുണ്ട്. അല്ല, കോടിയേരി ബാലകൃഷ്ണൻ ജീവിച്ചിരിക്കുന്നത് വരെ പിണറായിയും കോടിയേരിയും തമ്മിൽ ആ ഒരു കോംബോ അതിലൊരു തെറ്റിലും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ വളരെ SFI യുവജന സംഘടന കാലഘട്ടം മുതൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കളാണ്. എപ്പോഴും പിണറായിയുടെ ശക്തി കോടിയേരിയായിരുന്നു. കടുത്ത വിഭാഗീയതയുടെ കാലമുണ്ട്. VS പിണറായി വിഭാഗീയത കാലത്ത് പോലും പിണറായിക്ക് വേണ്ടി എല്ലാ അരയും തലയും മുറുക്കി എല്ലാവരെയും അരിഞ്ഞു വീഴ്ത്തുന്നതിന് ഒപ്പം നിന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിയപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്ന അതിനു മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് VS അച്യുതാനന്ദൻ സർക്കാർ. ആ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. അന്ന് പാർട്ടി എന്ത് CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നു, CPM എന്ത് തീരുമാനിക്കുന്നു, അത് കൃത്യമായി മന്ത്രിസഭയിൽ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്തത് കോടിയേരിയാണ്. കാരണം VS-നേക്കാൾ പവർഫുൾ ആയിരുന്ന അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചത്, ഫ്രാക്ഷൻ വിളിച്ച് എല്ലാ മന്ത്രിമാരെയും പാർട്ടിക്കും പാർട്ടി സെക്രട്ടറിക്കും ഒപ്പം നിർത്തി പ്രവർത്തിച്ചിരുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. അത് കഴിഞ്ഞിട്ട് പിണറായി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഓരോ പ്രതിസന്ധി വരുമ്പോഴും പിണറായിയെ പ്രതിരോധിക്കാൻ കൃത്യമായി ഇറങ്ങുന്നത് കോടിയേരിയായിരുന്നു. മകനെതിരെ മയക്കുമരുന്ന് കേസ് വന്നപ്പോൾ പാർട്ടിയും പിണറായിയും പ്രതിരോധത്തിലാവാതിരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വരെ മാറി നിന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കോംബോ ഇതല്ല. പക്ഷെ കുടുംബം പ്രതീക്ഷിച്ചിരുന്ന ഒരു പരിഗണന പാർട്ടി കൊടുത്തിട്ടില്ല. അത് അന്ന് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിലടക്കം അന്ന് മുതൽ അവിടെയാണ് നമുക്ക് സംശയം ഉണ്ടാവുന്നത്. ഇവർ തമ്മിൽ ഇത്രത്തോളം അടുപ്പമുണ്ട് എന്ന് പറയുമ്പോഴും ചങ്കുമായിരുന്നു എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും SFI കാലം തൊട്ട് തൻ്റെ കൂടെ നടക്കുന്ന ഒരു സുഹൃത്ത് അദ്ദേഹം മരണമുണ്ടാകുമ്പോൾ, അദ്ദേഹം ഈ ഭൂമി വിട്ടു പോകുമ്പോൾ ഏറ്റവും കൂടെ അടുത്തുണ്ടാകണമെന്ന് കരുതേണ്ടത് പിണറായി വിജയനായിരുന്നില്ലേ? അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരന് തനിക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ട്രിബ്യൂട്ട് ഇതായിരിക്കണമെന്ന് ചിന്തിക്കാൻ പിണറായി വിജയൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? ആ ഒരു കാര്യത്തിൽ തന്നെയാണ് എല്ലാവർക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു തീരുമാനമായിരുന്നു പിണറായിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കാരണം അന്ന് നമ്മൾ കണ്ടതാണ് ഏറെ വൈകാരികമായി കോടിയേരി ബാലകൃഷ്ണന്റെ മൃതശരീരം നോക്കി നിൽക്കുന്ന പിണറായിയുടെ ചിത്രം എന്നാണ് ആ പയ്യാമ്പലത്തെ ശ്മശാനത്തിലേക്ക് നടന്ന് മൃതദേഹം വലിച്ചുകൊണ്ടുള്ള വിലാപയാത്രയിൽ മുഴുവൻ സമയം നടക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അനുസ്മരണ യോഗത്തിൽ ഒരു വരി പ്രസംഗിച്ച് തുടർന്ന് പ്രസംഗിക്കാൻ കഴിയാതെ വിതുമ്പിപ്പോകുന്ന പിണറായി, അതൊക്കെ കേരളത്തിലെ ഒരു വലിയ എല്ലാവരും ഞെട്ടിപ്പോകുന്ന കാഴ്ച. കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന പവർഫുൾ രാഷ്ട്രീയ നേതാവാണ് എല്ലാവരുടെ മനസ്സിലും. അയാൾ പ്രസംഗം പോലും പൂർത്തിയാക്കാൻ കഴിയുന്നതെ വിതുമ്പിപ്പോയി കസേരയിൽ ചെന്ന് പ്രസംഗം അവസാനിപ്പിച്ച് കസേരയിൽ ഇരിക്കുകയും ചെയ്ത ആളാണ്. പക്ഷെ അതിനുശേഷം എന്താ സംഭവിച്ചത്? ആ സംസ്കാര ചടങ്ങ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ കുടുംബവും മൊത്തം വിദേശത്തേക്ക് വിനോദസഞ്ചാരത്തിന്റെ പോയി. ഇവിടെയാണ് എല്ലാവർക്കും നെറ്റി ചുളിയുന്ന വിഷയമുണ്ട്. കാരണം അർഹിക്കുന്ന ഒരു പൊതുദർശനം തിരുവനന്തപുരത്ത് AKG സെന്ററിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കാതെ വേഗത്തിൽ കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ നടത്തി അദ്ദേഹം വിദേശ സഞ്ചാരത്തിന് പോയി. ഇതിലാണ് അന്ന് മുതൽ CPM അണികൾക്ക് മുറുമുറുപ്പുണ്ടായിരുന്നു. പിന്നെ പിണറായി ആയതുകൊണ്ടും ആർക്കും തുറന്നു പറയാൻ CPM-നകത്ത് ധൈര്യമില്ലാത്തത് കൊണ്ടും ഇതാരും പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് മുറുമുറുപ്പും പാർട്ടി അണികൾക്കും കോടിയേരിയുടെ സ്നേഹിക്കുന്നവർക്കും അന്ന് തന്നെ ഉണ്ടായിരുന്ന ഇത് ഒരു വിഷമമാണ്. ഇപ്പൊ വിനോദിനി ഇത് തുറന്നു പറഞ്ഞു. ഇനി കൂടുതൽ പേര് ഇത് തുറന്നു പറയാനാണ് സാധ്യത. എന്താണെങ്കിലും പച്ചക്കുതിരയിൽ വന്ന് ഈ ലേഖനം കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും വലിയൊരു പൊട്ടിത്തെറിയിലേക്കായിരിക്കും ചിലപ്പോൾ ഇത് പോകുന്നത്. തീർച്ചയായിട്ടും. കാരണം കോടിയേരി അത്രത്തോളം ഇഷ്ടപ്പെടുന്ന നേതാക്കളുണ്ട്, കോടിയേരി വളർത്തിക്കൊണ്ടുവന്ന നേതാക്കളുണ്ട്, കോടിയേരി താഴെത്തട്ട് മുതൽ ഒപ്പം കൈപിടിച്ച് നടത്തിച്ച് കൂടെ കൊണ്ടുവന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സൗമ്യമായ
പെരുമാറ്റം, എല്ലാവരെയും അഡ്രസ്സ് ചെയ്യുന്ന രീതി, അതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഏറെ പേർക്ക് അന്നു മുതലുള്ള വിഷമമാണ്. ഇപ്പൊ വിനോദിനി അത് തുറന്നു പറയുമ്പോൾ, പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ പാർട്ടി തോറ്റു, എം വി ഗോവിന്ദനും പിണറായി വിജയനും ഓരോ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മേളിലോട്ടുള്ള എല്ലാ കമ്മിറ്റികളിലും നിരന്തരം വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഇതുകൂടി വരുമ്പോൾ ഇനിയും വിമർശനങ്ങൾ കൂടും. അന്ന് കോടിയേരി ചെയ്തത് നീതികേടാണെന്നുള്ള സംസാരവും അതുപോലെ തന്നെ വിമർശനങ്ങളും ഉയരാൻ സാധ്യത കൂടുതലാണ്.